ഒരുപാടിൻ്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ കാണിച്ചു വരുമ്പോൾ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയായിട്ടാണ് വലിയ കയറി. ഇക്കൊല്ലത്തെ മഴ നമുക്ക് ഭയങ്കര ഈ കളകൾക്ക് ഭയങ്കര നാശമാണ്. എല്ലാവരും പറഞ്ഞു ആ മരുന്ന് എടുത്തടിക്കാം. ആ മരുന്ന് എടുത്തടിച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രശ്നം ഇതാണ്. അത് അവിടെ ഒടുങ്ങി ചുരുങ്ങി അവിടെ നിന്നേച്ചിട്ട് നല്ല രണ്ട് മഴ പെയ്ത് കഴിയുമ്പോൾ അത് കൊണ്ടുപോകും. ഇതാകുമ്പോൾ കുറച്ച് നാളിതിങ്ങനെ ഈ ചുമടുത്ത മണ്ണും ഒക്കെ കാണാറില്ല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മെഷീൻ കൊണ്ട് അടുപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയത്. കാരണം ഇനിയിപ്പം മഴയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നല്ല ജീവികാലങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറി വെക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് നമ്മുടെ മുറ്റത്ത്. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അല്ലാതെ വേറെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ശരിയാകത്തില്ല. നമ്മുടെ ചുറ്റുമുണ്ടല്ലോ പരിസരവും എല്ലാം മഴ വരുന്നതൊക്കെ എല്ലാം വൃത്തിയാക്കണം. എല്ലാ ചാക്കുകെട്ടുകളോ അങ്ങനെ എന്തെങ്കിലും എല്ലാം എടുത്ത് സുരക്ഷിതമായിട്ട് വെക്കുമ്പോഴത്തേക്ക് വെച്ച് വസ്തുക്കൾ അപകടങ്ങളൊക്കെ സംഭവിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇത് കന്നിമാസം അതായത് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്നും അടച്ചു വിടുക. പിന്നെ വേനലാകുമ്പോഴത്തേക്ക് നല്ലത് അവിടെ കിടന്നോളും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, ഇതുകൊണ്ട് നമ്മൾ പള്ളക്കകത്തോടെ ഇതിനകത്തോടെ ഒക്കെ നോക്കാം. ഇങ്ങനെ തെളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ അപകടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒതുങ്ങി പോകും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബങ്ങളൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അറിയാമല്ലോ, നല്ല വളഞ്ഞു വളഞ്ഞൊക്കെ ഇരിക്കുന്നതും വരയുള്ളതും ചെടിയുള്ളതും ഒക്കെ വരും. ഈ മഴയൊക്കെ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്പോൾ കാടുകളായി ആൾക്കാട് മറിച്ച് തിരിച്ചൊക്കെ വെക്കേണ്ട ഒരു സമയമാണിത്. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ ഇത്രയും വീഡിയോ എടുക്കാനൊന്നുമില്ല. മിറ്റം എന്തുണ്ടെന്ന് വരികയും വീഡിയോ എടുക്കാനൊന്നും മിറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മിറ്റം ഇതിൻ്റെ താഴെ തട്ടിലുള്ളതാണ്. അത് ഞങ്ങളുടെ പെര ഒരു പ്രത്യേക സൈസിലുള്ളതാണ്. അതുകൊണ്ട് എനിക്കെപ്പോഴും താഴെ വന്ന് ഇത് അടിക്കാനും വരാനും ഒന്നും പറ്റില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം റോഡോട് ചേർന്നുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഇതൊക്കെ പൊട്ടിച്ച ടൈൽസ് പൊട്ടിച്ച കാരണം അത് ചൂല് കൊണ്ടങ്ങ് അടിച്ചു താഴോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പെര ഇരിക്കുന്നത്. അടിയിൽ തൂണയിലാണ് ഞങ്ങളുടെ പെര പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ താഴ്വശം ഇങ്ങനെ ഞങ്ങൾക്ക് കിടക്കേണ്ടി വന്നത്. ഇത് മുറ്റമായിട്ടങ്ങ് അംഗീകരിച്ചാണ് ഞാനിത് വർഷത്തിൽ ഇതാക്കും. പിന്നെ ആരെങ്കിലും വരുമ്പോൾ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ അടുപ്പിക്കും, കുറേ പറപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്ന് ഞങ്ങളിതൊക്കെ അടിച്ച് കത്തിക്കാനുള്ളതൊക്കെ ഒന്ന് കത്തിച്ചൊന്ന് വൃത്തിയാക്കുക ചെയ്ത് കേട്ടോ. അങ്ങനെ ചെയ്യുക. എല്ലാവരും അവനവനെ തന്നെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വലിച്ചു വെക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബിനികളായ അമ്മച്ചിമാരോടും സഹോദരങ്ങളോടും ഞാൻ പറയുകയാണ്, മക്കളോടും ഒക്കെ ഞാൻ പറയുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടി നമുക്കിതൊക്കെ ചെയ്യിച്ച് ഇവിടെ പരിസരം വൃത്തിയാക്കുക. അധികം സ്ഥലങ്ങളൊന്നുമില്ല, എന്നാലും നമ്മുടെ പെരക്കകത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കെട്ടുകളൊക്കെ അനക്കാതെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചൊന്ന് അനക്കി അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നെങ്കിൽ അപകടങ്ങളിൽ ഒഴിഞ്ഞു മാറാം. ഓക്കെ, ബൈ ബൈ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്നൊരിക്കൽ സബ്സ്ക്രൈബൊക്കെ ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ബൈ ബൈ.